ക്ഷേത്ര സംബന്ധിയായിട്ടും അതുപോലെ വ്യക്തിപരമായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങൾ കാണുമ്പോൾ നമ്മൾ പോയിട്ട് ജ്യോത്സ്യന്മാരെ കാണാറുണ്ട് ഇല്ലേ? ആ ജ്യോത്സ്യന്മാരെ കാണുന്ന സമയത്തും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ തന്നെ വിവിധ സമ്പ്രദായത്തിലുണ്ട്. ആ സമ്പ്രദായ ഭേദം അറിയാണ്ട് പലപ്പോഴും എല്ലാവരും ഒരേ വിധത്തിലുള്ള ജ്യോതിഷന്മാരെ കാണുകയും ഒരേ വിധത്തിലുള്ള ജ്യോതിഷ പ്രമാണങ്ങൾ വെച്ച് പ്രശ്നവിചാരം നടത്തുകയും ചെയ്യും. അപ്പം അങ്ങനെ നടത്തുന്നത് തെറ്റാണെന്ന അഭിപ്രായം നമുക്കില്ല. കാരണം ഏതൊരു ജ്യോതിഷായാലും ശരി, ജ്യോതിഷൻ ഫലപ്രവചനം നടത്തുമ്പോൾ പ്രമാണത്തെ ചിന്തിച്ച് കൂടാതെ അത് വിചാരം ചെയ്തിട്ട് തൻ്റെ ഉപാസനാഫലം കൊണ്ട് പ്രവചനം നടത്തുന്നതാണ്. അങ്ങനെ പ്രവചനം നടത്തുമ്പോൾ പലപ്പോഴും ഏത് ജ്യോതിഷമാണെങ്കിലും ഒരു കുഴപ്പവും വരില്ല, ആ പ്രവചനം കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ പ്രമാണങ്ങളെ കാണാതെ പഠിച്ച് പറയുന്ന നേരത്ത് പ്രമാണങ്ങളെ അതേ വിധം ഉദ്ധരിച്ച് ഈ പരിഹാരമൊക്കെ എഴുതുന്ന സമയത്ത് വലിയ പ്രശ്നമായി മാറും. അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഈ ബ്രാഹ്മണ ശാപം എന്ന് പറയുന്നത്. ബ്രാഹ്മണ ശാപം എന്ന് പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണ ശാപമുണ്ട്, അതിന് പരിഹാരമായിട്ട് ബ്രാഹ്മണന്റെ കാല് കഴിച്ചൂട്ട് നടത്തണം, വിളിച്ചൊല്ലി പ്രാർത്ഥന നടത്തണം, സ്വർണം ദാനം ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രശ്നചാരത്തിൽ എഴുതി കാണാറുണ്ട്. ഈ വിഷയം പറയാൻ കാരണം തൊട്ടടുത്ത ദിവസത്ത് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരു കുടുംബക്കാർ വരികയുണ്ടായി. അവിടെ പ്രശ്നചാരത്തിൽ പ്രശ്നപരിഹാരങ്ങൾ പറയുന്നിടത്ത് സുദർശന ഹോമം, തിലഹോമം ഒക്കെ നമ്മളതിനു മുമ്പ് സംസാരിച്ച വിഷയമാണ്. വിഷ്ണുവിലെ സായുജ്യം ഒക്കെ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതൊന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാതെ അവർക്ക് ചെയ്യാൻ പാടില്ല, അത് ദോഷമാണ്, ഗുണത്തേക്കാൾ ദോഷം ഉണ്ടാക്കുക എന്നുള്ളത് എത്രയോ തവണ നമ്മൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. മറ്റൊരു കാര്യം, ഈ പ്രശ്നത്തിലുള്ളത് ബ്രാഹ്മണശാപമുണ്ട്, അതുകൊണ്ട് ബ്രാഹ്മണശാപത്തിന് പരിഹാരം ചെയ്യണം, അത് ബ്രാഹ്മണരുടെ കാലുകഴിച്ചൂട്ട് നടത്തണം, പിന്നെ കൂടാതെ സ്വർണത്തിൻ്റെ ദേനു ഒക്കെ ഉണ്ടാക്കിയിട്ട് പശുവിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി അത് ഗുരുവായൂർ സമർപ്പിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഈ ബ്രാഹ്മണന്റെ കാലുകഴിച്ചൂട്ട് നടത്തണം എന്ന് പറയുന്നത് ജ്യോത്സ്യർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പട്ടികജാതിയിൽപ്പെട്ട ഒരു കുടുംബക്ഷേത്രത്തിലാണ്. ജ്യോത്സ്യരെ സംബന്ധിച്ചിട്ട് അത് പ്രശ്നവിധിയാണ്. കാരണം ചില ജ്യോത്സ്യരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഫേസ്ബുക്ക് വാളിൽ ഈ ഒരു വിഷയം അതിൻ്റെ പ്രശ്നചാർത്തിൻ്റെ ഫോട്ടോകൾ അടക്കം വെച്ച് അത് ചെയ്താൽ ആ ഒരു വിധത്തിൽ പ്രശ്നചാർത്തിൽ എന്താ വെച്ചാൽ ഈ ബ്രാഹ്മണശാപം എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയപ്പം ചില ആളുകൾ ശക്തമായിട്ട് ആരാണ് ബ്രാഹ്മണൻ, എന്താണ് ബ്രാഹ്മണൻ, കർമ്മം കൊണ്ടല്ലേ, അവരുടെ ജന്മം കൊണ്ടല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ബ്രാഹ്മണ്യം പഠിപ്പിക്കുന്നത് കാണാൻ ഇടയായി. അവർ വിചാരം ഇപ്പോഴും നമുക്കിതൊന്നും അറിയില്ല, നമ്മൾ അതിൻ്റെ LKG നിൽക്കുന്ന ആളാണെന്നാണ്. അത്രയും ധരിക്കുന്നവർക്ക് അങ്ങനെ ആവാം. അതല്ലാത്തവർ മനസ്സിലാക്കേണ്ട, നമ്മൾ കൃത്യമായിട്ട് ഇന്ന് ഇത്തരം സംവിധാനത്തിൽ ഈ പറയപ്പെടുന്ന ബ്രാഹ്മണ്യം പറയുന്ന ആളുകൾക്കൊപ്പം തന്നെ ആ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു ചുവടുമില്ലാതെ അത്തരം ശാസ്ത്രങ്ങളെയൊക്കെ പഠിച്ച് ഇവിടുത്തെ ദേവസ്വം ബോർഡ് സംവിധാനങ്ങൾ വരെ അംഗീകരിക്കുന്ന ഒരാചാര്യനാണ് നമ്മൾ. അപ്പോൾ പണിയറിയാതല്ല നമ്മൾ ഇരിക്കുന്നത്, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത്തരം ആളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അറിയാൻ ആഗ്രഹിക്കുന്നതോടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചില ആളുകളൊക്കെ മെസ്സഞ്ചറിലൂടെയും മറ്റും ചോദിക്കുകയുണ്ടായിട്ടുണ്ട്, വാട്സാപ്പിലൊക്കെ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്, ടെക്സ്റ്റായിട്ടും വോയിസ് ആയിട്ടൊക്കെ. ജ്യോതിഷത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ ആരൂഢത്തിൻ്റെ 10ാം രാശിയിൽ ഉദയം വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന് നമ്മളെന്താ ദോഷം പറയേണ്ടത്, എന്താണ് പ്രശ്നവിധി പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് എവിടെ ബ്രാഹ്മണശാപം പറയാൻ വിധിയില്ലേ എന്നൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും പ്രശ്നമാർഗത്തെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നവിധികൾ ഹോരയാവട്ടെ, ബഹൽ സംഹിതയാവട്ടെ, ഏതുമായാലും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ആരൂഢത്തിൻ്റെ 10ാം ഭാവത്തിൽ ഉദയം വന്നു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമില്ല, ദശമം വിപ്രകോപേന എന്നാണ്. ദശമസ്യ വിപ്രകോപേന അങ്ങനെയാണ്. അപ്പൊ അതായത് 10ാം രാശിയിൽ ഉദയം വന്നു കഴിഞ്ഞാൽ വിപ്രകോപം. വിപ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വിശേഷണ ഭാവം ആത്മാന പറഞ്ഞ ബാധീതിയൊക്കെ പറയാം, സായണന്റെ വാക്കുകൾ കിടക്കും. പക്ഷെ നമുക്ക് വിപ്രൻ എന്ന് പറഞ്ഞത് ചരിത്രപരമായിട്ട് വ്യാവഹാരിക ലോകത്ത് വിപ്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത് നാരായണ ഗുരു പോലും വിപ്രൻ എന്ന് പറഞ്ഞത് പറയരെ കുറിച്ചും വിപ്രനെ കുറിച്ചും നാരായണ ഗുരു കൃതികളിൽ പറയുന്നവർ വിപ്രൻ എന്ന് വിശേഷിപ്പിച്ച് നമ്പൂതിരിമാരെയാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണ ജാതി എന്ന് പറയുന്ന ആളുകളെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന മറ്റാരെയല്ല. കർമ്മം ഒന്നുമല്ല നാരായണ ഗുരുദേവനും പറഞ്ഞത്. അപ്പൊ എന്ത് ഭേദം ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഗുരുദേവൻ. പറയരും വിപ്രനും തമ്മിൽ എന്ത് ഭേദമാണുള്ളത് ഗുരുദേവൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വിപ്രൻ എന്ന് പറഞ്ഞാൽ വേദപാഠ ഭവേ വിപ്ര എന്ന അർത്ഥത്തിലാണ് നമുക്ക് വിപ്രൻ എടുക്കുന്നത്. അതേസമയം ഈ ജാതി ബ്രാഹ്മണ്യം നമ്മളെ മലയാള ദേശത്തൊക്കെ അല്ലെങ്കിൽ ഈ കേരളത്തിലൊക്കെ നമുക്ക് നമ്പൂതിരി എന്നൊക്കെ പറയാം.
അങ്ങനത്തെയുള്ള ആളുകളെയാണ് വിപ്രൻ. അപ്പൊ അങ്ങനെയുള്ള വിപ്രൻ ബ്രാഹ്മണർ, അവരെ കോപത്തെ പറയാമെന്നാണ്. ഇത് കൂടാതെയാണെങ്കിലും ഒത്തിരി പ്രമാണങ്ങൾ ഈ വിധാനത്തിൽ തന്നെയുണ്ട്, പ്രശ്നത്തിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഈ ബാധകാധിപനായിട്ട് വ്യാഴം വരികയും വ്യാഴത്തിനോടൊപ്പം പാപൻ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വിധത്തിലുള്ള ബ്രാഹ്മണ ശാപമൊക്കെ പറയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ബാധാധിപനായിട്ട് വ്യാഴം വരുമ്പോൾ വ്യാഴന്റെ രാശിയിൽ പാപൻ നിന്ന് കഴിഞ്ഞാലും ബ്രാഹ്മണ കോപം പറയാമെന്നൊക്കെയാണ് ഇത്ര ഗ്രന്ഥങ്ങൾ. അതിന് ഒത്തിരി ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിന്റെ പ്രായശ്ചിത്ത പരിഹാരമായിട്ടാണ് ഇവിടെ ബ്രാഹ്മണൻ എന്ത് പറഞ്ഞിരിക്കുന്നത്? ബ്രാഹ്മണന്റെ അതിന് ദേവതാകോപമൊക്കെ വരുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് പാപൻ, മലയാളത്തിലുള്ള പ്രമാണങ്ങൾ പറയാം. പാപൻ താൻ പാതയിങ്കൽ സുരഗുരു ഭവനം തന്നിലോ വ്യാഴമുത്തോ നിന്നെന്നാൾ ദേവശാപം ദ്വിജജന ജനിതം ശാപം എന്നങ്ങ് ചൊല്ലാം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ഒരു പ്രമാണമാണ്, മലയാള പ്രമാണമാണിത്. മലയാള പ്രശ്നമാർഗത്തിന്റെ സംഗ്രഹമുണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ പറഞ്ഞപ്പോൾ വ്യാഴനുമായിട്ട് ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഇത് ദേവന്മാരുടെ ബ്രാഹ്മണരുടെയൊക്കെ ശാപത്തെ പറയാമെന്നാണ്. അങ്ങനത്തെ ശാപം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അതിന് പരിഹാരം പറഞ്ഞിരിക്കുന്നത്? ദേവന്മാർ പൂർവജന്മാർ ദ്വിജ ജനമിവർത്താൻ ശാപമുണ്ടെന്ന് കണ്ടാൽ ദേവന്മാർക്കായി നിവേദ്യം ജപമത ഭജനം പ്രാർത്ഥനാപൂർവമേകാം. അത് ദേവകോപമൊക്കെ ആണെങ്കിൽ ദേവന്മാർക്ക് പൂജാദികളും മറ്റുള്ളതൊക്കെ ചെയ്തിട്ട് അതിന് പരിഹാരം ചെയ്യാം. പാദപ്രക്ഷാളമൂട്ടും ദ്വിജ ജനസവിധം ഏറ്റു ചൊല്ലിക്കുമിഞ്ഞും എന്നാണ്. ബ്രാഹ്മണ ശാപമാണെങ്കിൽ കാല് കഴിച്ചൂട്ടും അന്നദാനമൊക്കെ നടത്തണം എന്നാണ് പറഞ്ഞത്. ഇതിനെ കൂടാതെ തന്നെ കാല് തൊട്ടിട്ട് നമ്മൾ കാല് തൊഴുത് പ്രാർത്ഥിക്കണം, തെറ്റ് പറ്റിപ്പോയി എന്ന് പറയണം എന്നൊക്കെയാണ്. ഗുരുജന ഹൃദയ പ്രീണനം കൊണ്ട് നന്നായി നമ്മൾ ഗുരു അതുപോലെ തന്നെ അച്ഛൻ മാതാപിതാക്കളുടെ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തെറ്റ് ഏറ്റു വരെ ക്ഷമിക്കണം എന്ന് പറയുന്നതൊക്കെയാണ്. ഇവിടെ ബ്രാഹ്മണന്റെ കാല് കഴിച്ചിട്ട് വരുമ്പോൾ ഇവിടെ വിപ്രൻ എന്ന് പറയുന്ന നേരത്തൊക്കെ ദ്വിജൻ എന്നൊക്കെയാണ് ശബ്ദം. ദ്വിജനെ കുറിച്ചൊക്കെ മനുസ്മൃതിയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളിതിന് മുമ്പ് ബ്രഹ്മസൂത്രം ഭാഷ്യത്തെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പഠിച്ച എല്ലാവർക്കും ദ്വിജനാവാമെന്നാണ്. എല്ലാവർക്കും ദ്വിജനാവാന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞു, ഇത് നിങ്ങളാണോ പറയണ്ടേ അതോ പ്രാമാണിക ഗ്രന്ഥങ്ങളാണോ? നിങ്ങളുടെ ഈ പറയപ്പെടുന്ന സമ്പ്രദായങ്ങളുടെയൊക്കെ പരമാചാര്യന്മാരാണോ? ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ഒരിക്കലും തന്നെ ശൂദ്രന് ബ്രാഹ്മണനാകാൻ കഴിയില്ല എന്ന്. നമ്മളല്ല പറയുന്നത്. ബ്രഹ്മസൂത്രം ഭാഷ്യം സൂത്രം അപശൂദ്രാധികരണത്തിന്റെ ഭാഗമായിട്ട് സൂത്രം 35, 36, 37, 38 നോക്കുക. ശങ്കരാചാര്യ സ്വാമികൾ തന്നെ ഈ പറയുന്ന സൂത്രങ്ങൾക്ക് വ്യക്തമായ ഭാഷ്യം പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യ പറഞ്ഞ തന്നെ ശൂദ്ര ഏകജാതി എന്നാണ്. എന്നാ ശൂദ്രോ സംസ്കാരം അർഹതി എന്ന് പറയുന്നുണ്ട്. ശൂദ്രന് അധികാരമില്ല, ശൂദ്രാധികാര. ശൂദ്രന് അധികാരമില്ല എന്ന് പറയുന്നത് എന്തിനധികാരം? വേദത്തിന് അധികാരമില്ല. അത് വേദത്തിന് അധികാരമില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വിപ്രനാവാൻ വേദപാഠാത് ഭവേ വിപ്ര. വേദത്തിന് അധികാരമില്ല ശൂദ്രന് അതാവാൻ പറ്റില്ല. പിന്നെ സംസ്കാരം അർഹതി, സംസ്കാരത്തിന് അർഹതയില്ല എന്ന് പറയുമ്പോൾ സംസ്കാരം ഉപനയനം കഴിയാണ്ട് വേദം പഠിക്കാനും കഴിയില്ല. ഉപനയനം ഇല്ലെങ്കിലും വേദം പഠിക്കാൻ വേണ്ടി അവിടെയാണ് യജുർവേദത്തിലെ നിങ്ങളൊക്കെ എപ്പോഴും പലപ്പോഴും വിവേകാനന്ദനടക്കം പോലുള്ള ബ്രഹ്മരാജന്യാച്ച ശൂദ്രായ ച എന്ന് തുടങ്ങുന്ന ശൂദ്രന് വരെ വേദം പഠിക്കാം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, വേദത്തിലും പിഴവുണ്ടാവില്ല എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? ബ്രഹ്മരാജന്യായ ശൂദ്രായ ച എന്നാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും പഠിക്കാമെന്നാണ്. ശൂദ്രൻ പഠിച്ചിട്ടാണ് ബ്രാഹ്മണനാകണമെങ്കിൽ ബ്രാഹ്മണന് പഠിക്കാന്ന് പറയേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് അത് എല്ലാവർക്കും പറഞ്ഞു. ഇവിടെ ഉപനയനത്തിന് അധികാരം ശങ്കരാചാര്യ സമർത്ഥിക്കുകയാണ്, ബ്രഹ്മസൂത്രത്തിനെ വെച്ചുകൊണ്ട് പറയുകയാണ് ശൂദ്രന് അധികാരം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ശരി, ശൂദ്രന് അധികാരം ഇല്ല എന്ന് പറയുമ്പോൾ ശൂദ്രൻ കഴിഞ്ഞിട്ടാണ് സ്മൃതികാരന്മാരെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ സ്മാർത്ഥ വിധികൾ അനുസരിച്ച് അല്ലെങ്കിൽ ശ്രേണീകൃത ചാതുർവർണ്ണ്യ സിദ്ധാന്തമായി ഈ പറഞ്ഞ അസമത്വത്തിന്റെ ശ്രേണീകൃത ചാതുർവർണ്ണ്യ സിദ്ധാന്തം അനുസരിച്ചിട്ട് മറ്റവരൊക്കെ എന്ന് പറഞ്ഞ പഞ്ചമവർണ്ണം എന്ന് പറയുന്ന വ്യവസ്ഥയിൽ അന്തരാള ജാതികളൊക്കെ ആയിട്ടാണ് വരുന്നത്. അവർക്ക് ഒട്ടും അധികാരമില്ല. ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ആകാം എന്നൊക്കെ പറഞ്ഞത് കർമ്മബ്രാഹ്മണ്യൊക്കെയാണ് നിങ്ങൾ എടുത്തുയർത്തുന്നത്. അതിന് നിങ്ങൾ എടുത്തുയർത്തുന്ന എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ഭഗവത്ഗീതയാണ്. ചതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണത്തിന്റെയും കർമ്മത്തിലെയും ആർക്ക് വേണമെങ്കിലും ബ്രാഹ്മണനാകാം. ഒരു കാര്യം ചിന്തിക്കണം, ജാതി കർമ്മം കൊണ്ടാണ് ഉണ്ടായി എന്ന് പറയുന്ന ആളുകൾ ഇവിടുത്തെ വാക്ക് ശ്രദ്ധിക്കണം. കർമ്മം കൊണ്ടാണ് ഈ പറയപ്പെടുന്ന വർണ്ണം ഉണ്ടായി നിങ്ങൾ എന്നെ സമ്മതിക്കുന്നുണ്ട് ഇല്ലേ? കർമ്മം കൊണ്ടാണ് വർണ്ണം എന്നുള്ളത്. കർമ്മത്തിലാണ് മനുഷ്യ സമുദായം. ജാതി വ്യവസ്ഥ മനുഷ്യരേ ഉള്ളൂ. ജാതിയിൽ മനുഷ്യരും മൃഗങ്ങളും ഇങ്ങനെയൊക്കെയാണ്, സസ്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് സമുദായത്തിലാണെങ്കിൽ ഇത് സമുദായങ്ങളാണ്. അപ്പൊ അവിടെ ആ പറയപ്പെടുന്ന കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാമെങ്കിൽ നമ്മളതിന് മുമ്പും ചോദിച്ചിട്ടുണ്ട് പലതവണ, എന്തുകൊണ്ട് കൃഷ്ണൻ ബ്രാഹ്മണനാവാൻ ശ്രമിച്ചില്ല? അപ്പൊ നമ്മൾ പറയും കൃഷ്ണന് ആവശ്യമില്ല. എങ്ങനെ പറയാൻ പറ്റും?
പുരാണ പുരാണ പ്രധാനിയായിരിക്കുന്ന ഭാഗവതം പാണത് എന്താ നീചോത്തമോത്തമ എന്നൊക്കെ പറഞ്ഞ ഭാഗമുണ്ട്. ചതുർവർണ്ണവും ചതുരാശ്രമങ്ങളും എന്താ വെച്ചാൽ എവിടെ ഭഗവാന്റെ വിരാട് പുരുഷന്റെ ഏതേത് അവയവങ്ങളിൽ നിന്നോ ആ അവയവങ്ങൾക്ക് അനുസരിച്ച് താഴെയുള്ള അവയവം നീചത്വവും അതിന്റെ അപ്പുറമുള്ളതും മുകളിലും ഉത്തമത്വം വരുമെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും വൈശ്യനോ ക്ഷത്രിയനോ ശൂദ്രനോ ഒക്കെ തന്നെ ഇല്ലേ ഈ വൃഷ്ണി വംശത്തിനായിരിക്കുന്ന കൃഷ്ണനാവാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ കൃഷ്ണൻ എന്തായാലും ഉത്തമനാവാൻ വേണ്ടി ബ്രാഹ്മണനാവാൻ ശ്രമിക്കേണ്ട ആ ടൈമിൽ അത് പറ്റുമെങ്കിൽ. എന്തിനേറെ പറയുന്നു, നമ്മളുടെ എം പി ആണല്ലോ, തൃശ്ശൂർ ജില്ലയിലെ എം പി ആണല്ലോ, ഈ തൃശ്ശൂരിൽ നിന്ന് പോയി എം പി ആണ് സുരേഷ് ഗോപി. അത് സിനിമാ നടൻ സുരേഷ് ഗോപി BJP ഒരു പ്രതിനിധിയാണ്. അദ്ദേഹം പോലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണ്, തനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നാണ് പറഞ്ഞത്. ഈ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാമെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ പിടിച്ച് ബ്രാഹ്മണനാക്കാമായിരുന്നല്ലോ. സാധ്യമല്ല, കാരണം അദ്ദേഹം കൂടി പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പോലും കർമ്മബ്രാഹ്മണ്യം എന്ന് പറയുന്നവരാണ്. അപ്പൊ അത് സാധ്യമല്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന്റെ ആളുകൾക്കുള്ളത് കൊണ്ടാണ്. കർമ്മബ്രാഹ്മണനായിട്ട് ചെയ്ത് വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലുള്ള സംഘടനകൾ അവരുടെ ക്ഷേത്രത്തിലാണ് ഈ ഉപനയനം ചോദിച്ച കർമ്മബ്രാഹ്മണ്യം പണം. അവർ ഉപനയനം ചെയ്യുന്ന ക്ഷേത്രത്തിൽ പോലും മേൽശാന്തിയാകാൻ അവിടെ ഉപനയനം കഴിഞ്ഞവർക്ക് പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് കർമ്മബ്രാഹ്മണ്യം സാധ്യമല്ല എന്നുള്ളത് ചരിത്രം നമ്മളോട് പറയുന്നു. കൂടാതെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു. ശങ്കരാചാര്യ ഇതുപോലെ തന്നെ ഭഗവത്ഗീത ഭാഷ്യം ചെയ്യുന്ന ശങ്കരാചാര്യര് ഈ പറയുന്ന ഗുണത്രയങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോഴൊക്കെ ഇത് പറയുന്നുണ്ട്. പിന്നെ എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ശങ്കരാചാര്യൻ ബ്രഹ്മസൂത്രം വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ പറയുക വേദം ചമച്ച വ്യാസൻ ശൂദ്രനല്ലേക്ക് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. മത്സ്യഗന്ധി ശൂദ്ര സ്ത്രീ അല്ല. അതിരഥൻ വളർത്ത വീണ്ടും പറയുമ്പോൾ ബോറടിക്കും ആളുകൾക്ക് നമ്മൾ ഈ വിഷയം പലപ്പോഴായിട്ട് പറയുമ്പോൾ. രത്നാകരൻ കാട്ടാളനാണെന്നോ നമ്മൾ പറഞ്ഞു, അഗ്നിശമന ബ്രാഹ്മണനാണ്. കാട്ടാളനല്ല, കാട്ടിൽ വസിച്ചതുകൊണ്ട് ആദിവാസിയൊന്നും ആവില്ല. അതുകൊണ്ട് അത് സാധ്യമല്ല എന്ന് പറയുമ്പോൾ പിന്നെ പറയുമ്പോൾ അല്ല നിങ്ങളുടെ ഗുരുജനങ്ങളല്ലേ, ബന്ധുമിത്രാദികളല്ലേ, അച്ഛനല്ല, അമ്മയല്ല. അവിടെ ഗുരുജനങ്ങളെ കുറിച്ച് വേറെ തന്നെ പറയുന്നുണ്ട്. ബ്രാഹ്മണനെ കുറിച്ച് വിപ്രനെ കുറിച്ചൊക്കെ വേണം. അപ്പൊ ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനു തന്നെ വേണമെന്ന് വെച്ചാൽ ജനിച്ച കുട്ടിയുടെ ചൗളം ചൂടാകർമ്മം മുടികളച്ചിന്റെ ഭാഗമായിട്ട് അവിടെയും ദ്വിജൻ എന്നാണ് ബ്രാഹ്മണ കുട്ടിയെ വിശേഷിപ്പിക്കുന്നത്. ഉപനയനം ചെയ്യുന്നതിന് മുമ്പാണ് വേദം പഠിക്കുന്നത് ദ്വിജൻ എന്നാണ് വിശേഷിപ്പിച്ചത്. കുട്ടി ജനിച്ച് 10ാമത്തെ ദിവസമാണ് പേരിടേണ്ടത്. ആ 10ാം ദിവസം പേരിടുമ്പോൾ ബ്രാഹ്മണന്റെ കുട്ടിക്ക് ശർമ്മ എന്ന് ചേർത്തിടണം എന്നുള്ള മംഗളകരമായ നാമമുണ്ടെന്ന് മനു പറയുന്നുണ്ട്. 2ാമത്തെ അധ്യായത്തിലാണ് മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ? ചരിത്രപരമായിട്ടും പുരാണാന്തർഗതമായിട്ടും സാധ്യമില്ല. പിന്നെ എവിടെയെങ്കിലും 1-2 ശ്ലോകങ്ങൾ അടർത്തിയെടുത്തിട്ട് നമുക്ക് പറയാം അല്ല ഇങ്ങനെയാണ്, അല്ല പൂർണ്ണമായിട്ട് പറഞ്ഞിരുമില്ല. കാരണം പല കാരണങ്ങളെ കൊണ്ട് കർമ്മം എന്ന് പറഞ്ഞാൽ ശൂദ്രനായിട്ട് ജനിച്ച് സ്വധർമ്മം നിധനമായി ശ്രേയസ്സായിട്ട് കണ്ടുകൊണ്ട് പ്രവർത്തിച്ച് ചത്തു മരിച്ച് അങ്ങനെ പോയിട്ടുള്ള ഒരു പ്രൊമോഷനാണ് ഈ കർമ്മ സിദ്ധാന്തത്തിലെ ബ്രാഹ്മണ്യം. അതല്ലാത്ത സിദ്ധാന്തം എങ്ങനെയാ വെച്ചാൽ ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഈ വ്യവസ്ഥ ഉത്കൃഷ്ടവും മറ്റുള്ളവർ താഴ്ന്നതാണ്. ഇനി അല്ല നിങ്ങൾ കർമ്മ സിദ്ധാന്തം കൊണ്ട് നിങ്ങൾ ശൂദ്രൻ ബ്രാഹ്മണനായാലും നിങ്ങൾ പറയണം എന്നാലും അതെന്താ വെച്ചാൽ ഒരു ബ്രാഹ്മണൻ എപ്പോഴും ആവാലോ, എന്നിട്ട് അയാളെയല്ലേ പാദം പൂജിക്കണമെന്ന് ചോദിച്ചാൽ അപ്പൊ ഈ ശൂദ്രൻ എന്ന് പറയുന്ന ആളെ കൊണ്ട് മറ്റൊരാളുടെ കാല് കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മര്യാദയാണ് നിങ്ങൾ പറയുന്നത്? ഇനി ഇതിലെ അഭിമാനം കൊണ്ടിട്ട് ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാര്, അതിൽ എഴുതി വിടുന്ന ആൾക്കാരൊന്നും ഒരു ജാതി ബ്രാഹ്മണനോ ഒന്നും അല്ലാതെ എഴുതുന്ന ആൾക്കാര് താനോ തന്റെ അച്ഛനോ അമ്മയോ പരമ്പരയോ മോശക്കാരാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ജുഗുപ്സ ഒഴിവാക്കുന്ന പേരിടണം ശൂദ്രൻ എന്ന് പറയാം. ഈ ചണ്ടാളാദികൾ വഴിമാറി നടക്കണമെന്ന് പറയുന്ന ശാങ്കരസ്മൃതി പോലുള്ള ഗ്രന്ഥങ്ങൾ പറയുന്ന ആ സംവിധാനത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. അത് സ്വന്തം അച്ഛനെയും അമ്മയെയും തെറി വിളിക്കുമ്പോഴും അടിച്ചുതാക്കുമ്പോഴും പീഡിപ്പിക്കുമ്പോഴും അതൊക്കെ ഒരു അഭിമാനമായിട്ട് കാണുന്ന ആളുകളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതല്ല ഞങ്ങളെ അടിമകളായി കാണുന്ന, ഞങ്ങളോട് മറ്റൊരാളുടെ കാല് കഴുകാൻ പറയുന്ന ഈ സംവിധാനം തെറ്റാണെന്ന് തോന്നാത്ത ആ പറയപ്പെടുന്ന വ്യവസ്ഥയുടെ പേരാണ് ആധ്യാത്മിക അടിമത്വം എന്നുള്ളത്. സ്വന്തം അഭിമാനവും മഹത്വവും തിരിച്ചറിയാതിരിക്കുക. ഞാൻ ശൂദ്രനാണ്, ഞാൻ ബ്രാഹ്മണന്റെ കാല് കഴിച്ചോളൂ. പിന്നെ ചില ആളുകൾ പറയുന്നതാണ് അല്ല ബ്രാഹ്മണന്റെ കാല് കഴിച്ചുവിട്ടാൽ നിങ്ങൾക്ക് അറിയാണ്ടാണ്. അത് ബ്രാഹ്മണനായിരിക്കുന്ന തന്ത്രി ബ്രാഹ്മണരായിരിക്കുന്ന ആളുകളുടെ കാല് കഴിക്കുകയാണ്. അതവർക്കാണ് ചെയ്താൽ പോരെ, എന്തിനാണ് ചാർത്ത് എഴുതിക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? പണം അടച്ചിട്ട് എന്ത് കാര്യം ചെയ്താലും ആര് ചെയ്താലും അത് ഇയാൾക്ക് വേണ്ടി ചെയ്യുക, ആര് ചെയ്തു എന്നുള്ളതല്ല. അതിപ്പോ നിങ്ങൾ ഈഴവ ബ്രാഹ്മണനോ പുലയ ബ്രാഹ്മണനോ പണബ്രാഹ്മണനോ ഏതെങ്കിലും ഇപ്പൊ ക്രിസ്ത്യൻ ബ്രാഹ്മണനോ മുസ്ലിം ബ്രാഹ്മണനോ ആരും ആവട്ടെ, ഒരാളെ കൊണ്ട് പണം അടപ്പിച്ച് ചെയ്യുന്നു എന്നുള്ള അയാളെ കൊണ്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അവിടെയും നമ്മൾ മറ്റുള്ളൊരു കാര്യവും പറഞ്ഞില്ല. SC/ST വിഭാഗങ്ങളുടെ അടുത്ത് വന്ന് ജ്യോതിഷന്മാര് ഇതിൽ ചാർത്ത് എഴുതുന്ന സമയത്ത് അത് ചെയ്യണ്ടെന്നാ പറയുന്നേ. കാരണം ചെയ്യണ്ട പറയുന്നത് നമ്മൾ വെറുതെ പറഞ്ഞതല്ല. ജ്യോതിഷം തന്നെ എന്താണ്, ബ്രാഹ്മണർക്കാണ് സർവാധികാരം എന്നുള്ളത് കൃഷ്ണന്മാരൊക്കെ എടുത്തു പറയുന്നതാണ്. ബ്രാഹ്മണർക്കാണ്, വേദത്തിന്റെ അംഗമാണ്, കണ്ണാണ് ജ്യോതിഷം. അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യാനുള്ള യോഗ്യത ബ്രാഹ്മണർക്കാണ് എന്ന്. ബ്രാഹ്മണർക്കാണ് എല്ലാത്തിനും അധികാരം. സത്യത്തിൽ ഈ പണിക്കന്മാരൊക്കെ ബ്രാഹ്മണരിൽ വരൂ, ശൂദ്രൽ തന്നെ വരൂ എന്നുള്ളത് കഷ്ടമാണ്. നമ്മൾ പറയുന്നതല്ല. ഉത്തമ മധ്യമ അധമ ചണ്ടാളരെ കുറിച്ച് പ്രശ്നമാർഗാദി കാര്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട്.
ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ കൊടുത്ത റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് വേണ്ടത് ഏതൊക്കെ ജാതികൾ എന്ന്. ഇതൊക്കെ ഈ പണിക്കരൊക്കെ അതിൽപ്പെട്ട ആളുകളാണ്. കാരണം അംഗീകരിക്കുന്നില്ല ഈ സംവിധാനം. നമ്മളതുകൊണ്ട് അവരെ എതിർക്കല്ല. അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ വന്നിട്ട് എഴുതുന്ന സമയത്ത് ഇതിന്റെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ 1989 SC ST പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം നിലനിൽക്കുന്നുണ്ട്. 2021 2022 ഒക്കെ ഇതിനൊക്കെ അമെന്റ്മെന്റും വരുന്നുണ്ട്. ആ ഒരു നിയമപ്രകാരം പട്ടികജാതി ഇപ്പൊ E ആവാം, H ആവാം, K ആവാം, അങ്ങനെ പല സെക്ഷനായിട്ട് ഓരോ നമ്പർ ആയിട്ടിട്ടുണ്ട്. ഓരോന്നിനും വളരെ വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. പട്ടികജാതി വിഭാഗങ്ങളെ കൊണ്ട് അവരുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന വിധത്തിൽ ഒരു കാര്യം ചെയ്യിക്കാൻ പാടില്ല. ചെയ്യിക്കുകയോ അത് എഴുത്തുകൊണ്ടാവാം, വാക്കുകൊണ്ടാവാം, പ്രവൃത്തി കൊണ്ട്, അതൊക്കെ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. ഇപ്പൊ ബ്രാഹ്മണരുടെ കാല് കഴിച്ച് ഊട്ടണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും ബ്രാഹ്മണനാകാന്ന് പറയാം. പക്ഷെ നിയമപരമായിട്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ജാതി സർട്ടിഫിക്കറ്റിൽ ഉണ്ടോന്നല്ല, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗമാണ്. ആ വിഭാഗക്കാരുടെ കാല് കഴുകാൻ പട്ടികജാതിക്കാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കാണാം, കോടതി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാണ്. അല്ലാതെ പ്രശ്നമാർഗം പറഞ്ഞാൽ അവിടെ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ തന്ത്രസമുച്ചയം. അപ്പൊ പ്രശ്നമാർഗത്തിൽ തന്നെയാണ് ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞത്. പൈതാദിവേശ പതിതന്മാര് ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ശുദ്ധി ചെയ്യണമെന്ന് പ്രശ്നമാർഗത്തിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്. തന്ത്രസംശയക്കാരന്റെയൊക്കെ പ്രമാണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പതിതനാര എന്നുള്ളത് കുഴിക്കാട്ട് വച്ചക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചാർത്ത് എഴുതുമ്പോൾ പാണനും പറയനും പുലയനും ആശാരിയും നായരും ഈ പറഞ്ഞ പണിക്കരൊക്കെ അമ്പലം കയറിയ ശുദ്ധി ചെയ്യണമെന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പുസ്തകത്തിൽ ഉണ്ടായിട്ട് പണ്ടത്തെ നിയമം പറയാൻ പറ്റും. ഇപ്പൊ മനുസ്മൃതിയാദി ഗ്രന്ഥങ്ങളിൽ ഇപ്പൊ സ്വർണം കട്ട പോറ്റിയുണ്ട്, ഇപ്പൊ തന്ത്രി വരെ അതിൽ പെട്ടിട്ടുണ്ട്. അവർക്ക് എന്ത് ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്? വളരെ നിസ്സാര ശിക്ഷയാണ്. എന്നാൽ അത് മറ്റൊരാളെ കട്ടിരിക്കണമെങ്കിലോ അവനെ തല്ലി കൊല്ലാനുള്ള വിധിയുണ്ട്. ഇതിവിടെ നടപ്പാക്കാൻ പറ്റുമോ? ആദ്യം മനസ്സിലാക്കേണ്ടത് പഴയ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ പറയപ്പെടുന്ന പ്രശ്നമാർഗത്തിലാവട്ടെ, അല്ലെങ്കിൽ മുസ്ലിം മതോ അല്ലെങ്കിൽ ക്രൈസ്തവ മതം, മതവിശ്വാസത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. മതത്തിന്റെ നിയമങ്ങൾ അതാത് രാജ്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. മതവിശ്വാസമാകാം, പക്ഷെ മതത്തിന്റെ നിയമങ്ങൾ, പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങൾ മതത്തിൻ്റെതായിരിക്കുന്ന ധർമ്മഗ്രന്ഥങ്ങളെ കൊണ്ട്, ബ്രാഹ്മണങ്ങളെ കൊണ്ടും സ്മൃതികളെ കൊണ്ടും ഒക്കെ ഇവിടുത്തെ മനുഷ്യർക്ക് നീതി നിശ്ചയിക്കാൻ പറ്റില്ല. ആ നീതി വ്യവസ്ഥയിൽ നീതി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണ്ടി വരുമായിരുന്നു. നിങ്ങൾ ചിന്തിക്കൂ, ഈ രാജ്യത്തിനൊരു ഭരണഘടന വെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അസമത്വമായിരുന്നു ഉണ്ടായിരുന്നേ. ആ അസമത്വത്തിൽ നിങ്ങൾ പറയുന്ന ഇപ്പൊ ഈ പറയുന്ന മറ്റ് സമുദായക്കാരാ ഈ ബ്രാഹ്മണന് വേണ്ടി വാദിക്കുന്നേ. നിങ്ങൾക്ക് ആർക്കാണ് ഈ പറഞ്ഞ ഈ കയറ്റം കിട്ടിയിരുന്നേ, പ്രൊമോഷൻ കിട്ടിയിരുന്നേ? നിങ്ങളുടെ ഈ ശൂദ്രത്വത്തിനോ അല്ലെങ്കിൽ ചണ്ടാളത്തുനിന്നോ അല്ലെങ്കിൽ അവർണത്തുനിന്നോ ഒക്കെ നിങ്ങൾക്ക് ആർക്കാ പ്രൊമോഷൻ കിട്ടിയിരുന്നേ? നാരായണഗുരു പോലും പ്രതിഷ്ഠിച്ച സമയത്ത് എന്താ വന്ന് പറഞ്ഞേ? നാരായണഗുരു പ്രൊമോഷൻ കൊടുത്തോ? അയ്യാമായി കൊണ്ടൻ പ്രതിഷ്ഠിച്ചു, പ്രൊമോഷൻ കൊടുത്തോ? നാരായണ പണിക്കർ പ്രതിഷ്ഠിച്ചു, പ്രൊമോഷൻ കൊടുത്തോ? ശുഭാനന്ദൻ ആധ്യാത്മികത പറഞ്ഞ പ്രൊമോഷൻ കൊടുത്തോ? ഗുരു ഓമൽ പൊലയനായിരിക്കുന്ന ഗുരു ഓമൽ പ്രതിഷ്ഠ നടത്തി, പ്രൊമോഷൻ കൊടുത്തോ? ഉണ്ടായിട്ടില്ല. അപ്പൊ ആ പ്രൊമോഷൻ കൊടുക്കാതെ ഇപ്പൊ ഇടക്കാലത്ത് 1984 ശേഷം പ്രൊമോഷൻ കൊടുക്കുമ്പോൾ, 70-ക്ക് ശേഷം പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ആ പ്രൊമോഷൻ അതിന്റെ പ്രമാണം എന്ന് പറയാൻ പറ്റുമോ? ആ പ്രൊമോഷൻ നിശ്ചയിച്ചത് ആരാ? എന്തുകൊണ്ട് ഇവർക്ക് ആദ്യം വിവരം ബുദ്ധി ഇല്ലേ? ഇവർക്ക് വിവരം ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? ഈ ഗ്രന്ഥങ്ങളൊക്കെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത് സാധ്യമല്ല. അപ്പൊ നിയമവ്യവസ്ഥയിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പോലെ ശരി സംവിധാനമാണ്. അതുകൊണ്ടാണ് ക്ഷേത്ര നിയമനവുമായി ബന്ധപ്പെട്ട് കോടതി ചെന്ന സമയത്ത് അബ്രാഹ്മണ ശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട കേസ് നടന്നിരിക്കുന്നത്. ഇവർ അബ്രാഹ്മണരാണെന്നാണ് ബ്രാഹ്മണർ പറയുന്നത്. ഇതിന്റെ അതോറിറ്റി ഇപ്പൊ ശങ്കര മഠങ്ങളിൽ പോയിട്ട് നിങ്ങൾ ബ്രാഹ്മണൻ തന്നെ അവർ അംഗീകരിക്കണം, നിങ്ങൾ മഠാധിപതിയാക്കണം. സാധ്യമാണോ? അമൃതാനന്ദമയി ഇപ്പോഴും ഈ പറഞ്ഞ ശങ്കരമഠങ്ങൾ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ടോ? അത് ബോധ്യമാണെങ്കിൽ ഇവരെ ഒന്നിച്ചിരുത്തണം. ശങ്കരമഠത്തിലെ സന്യാസിയെയും ഈ അമൃതാനന്ദമയിയൊക്കെ ഒരുമിച്ചിരുത്തണം, അപ്പോഴേ അറിയുള്ളൂ. അപ്പൊ ഇത് പറയുന്ന സമയത്ത് ഭിന്നിപ്പാന്ന് കരുതണ്ട. നമ്മൾ ഇത്രേ പോകണ്ടുള്ളൂ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ വന്നിട്ട് പറഞ്ഞാൽ ആർക്കെങ്കിലും പരാതി വന്നു കഴിഞ്ഞാൽ, പ്രിയ ജ്യോതിഷികളെ, പണിക്കന്മാരെന്നതിന് അർത്ഥമില്ല, ജ്യോതിഷം കൈകാര്യം ചെയ്തവരാണ്. ജ്യോതിഷികളെ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ അകത്തേക്ക് പോകും. 2 വർഷം 3 വർഷമൊക്കെ പിഴയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പണം അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നത് ഒരു ബ്ലാക്ക് മാർക്കൊന്നും നമ്മളായാലും നിങ്ങളായാലും അത് പ്രശ്നം തന്നെയല്ലേ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്. അത് എന്താ വെച്ചാൽ നിങ്ങൾ പ്രശ്നവിചാരം എവിടെയും നടത്തേണ്ട പാടില്ല. പ്രശ്നവിചാരം എവിടെയും നടത്തിക്കൊണ്ട് വിചാരം ചെയ്യണം. അവിടെയാണ് പണ്ടുള്ള ചില ജ്യോത്സ്യന്മാരുടെ പ്രത്യേകത. പ്രശ്നവിചാരത്തിന് വരുമ്പോൾ വന്നിരിക്കുന്ന വീടിന്റെ കുലവും ഗോത്രവും അതുപോലെ തന്നെ വർണ്ണവും ഒക്കെ മതവും ഒക്കെ നോക്കിയിട്ട് അവിടെയാണ് ചിന്തിച്ചിട്ടാണ് പ്രശ്നചാർത്ത് എഴുതുക. അവിടെ ബ്രാഹ്മണ ശാപം കണ്ടു കഴിഞ്ഞാൽ ബ്രാഹ്മണ ശാപം പറയണ്ട. നിങ്ങളെ കാരണവന്മാരുടെ ശാപം ഉണ്ടെന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റും. കാരണവന്മാരെ കാല് കഴിച്ചൂട്ട് നടത്തുന്നത് പറയണ്ട. കാരണവരുടെ ആണെങ്കിൽ ശരി, എന്തിനാ ഈ കാല് കഴിച്ചൂട്ടൊക്കെ ഈ കാലത്ത് പറയുന്നത്? കാല് കഴുകാൻ പറയേണ്ട ആവശ്യമില്ല, മറ്റു പലതും പറയാം. ഇനി പറഞ്ഞാൽ നമുക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ അവർക്ക് സ്വീകാര്യാവുന്ന രീതി വേണം. ഇത് എവിടെ കിടക്കുന്ന ബ്രാഹ്മണൻ, എന്നിട്ട് ആ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പുലയന് ബ്രാഹ്മണനാകാന്ന് പറയുക.
ശാസ്ത്രവിരുദ്ധമായ കാര്യം പറയാം, നടക്കാത്ത കാര്യം പറയാം, ശങ്കരാചാര്യ സ്വാമികൾ പോലും അംഗീകരിക്കാത്ത കാര്യം പറയാം. ഏതെങ്കിലും കുറെ ആളുകൾ അംഗീകരിച്ചിട്ട് കാര്യമില്ല, ധർമ്മപരമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ നമ്മളോട് ചോദ്യം ചെയ്യുന്ന ആളുകളാണെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളല്ല നമ്മൾ. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ അടിസ്ഥാന വിഭാഗങ്ങളുടെ ആചാരങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് അംഗീകരിച്ച് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ലെങ്കിലും പഴയ പോലെയൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വിഷയത്തിൽ ഇതുമായി ഇപ്പൊ ഈ പറഞ്ഞ SC ST വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടോ സാമൂഹികപരമായിട്ടൊക്കെ പല ചിന്തകളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മളായിട്ട് നമ്മളുടെ ഭാഗത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്രതികരണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ആളുകൾ കൂടി ഇതിന്റെ ഇടയിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണരെ കാല് കഴിച്ച് കൂട്ടണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ വന്നിട്ട് ബ്രാഹ്മണരുടെ കാല് കഴിച്ച് കൂട്ടല്ലേ നടത്തുന്നത്, നിങ്ങളിൽ തന്നെയുള്ള ആൾക്ക് ഇതൊന്നും പണ്ട് കാര്യം ഉണ്ടാവില്ല. അവരിത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ അടിക്കും തല്ലും കുത്തും ചെയ്യും. ഇനിയിപ്പോ നമ്മൾ തന്നെ പണച്ചാൽ ഈ വിധം ഒരു ജനതയോട് അവരുടെ സംസ്കാരവുമായി ബന്ധമില്ലാത്ത, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം SC ST വിഭാഗങ്ങൾ ഒരു വേറെ അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ വേറെയാണ്. ബ്രാഹ്മണങ്ങളുമായിട്ടോ പുരാണങ്ങളുമായിട്ടോ സ്മൃതികളുമായിട്ടോ ചതുർവേദങ്ങളുമായിട്ടോ ബന്ധമുള്ള ആളുകളല്ല. ശുദ്ധതന്ത്രം ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇവർ ചാതുർവർണ്ണത്തിന്റെ പുറത്തുള്ളവരാണ്, വർണ്ണബാഹ്യരാണ്, അവർണരാണ്, കൗളന്മാരാണ്, കൗളസ്തു പഞ്ചമാശ്രമമാണ്. ഇവർക്ക് മറ്റൊന്നുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പൊ നിങ്ങൾ പ്രശ്നവിചാരം നടത്തുമ്പോൾ അത് വിചാരം ചെയ്യണം. പിന്നെ അത് മലബാർ സമ്പ്രദായത്തിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ പറയാന്നല്ല, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. പക്ഷെ നിങ്ങളത് അതിനുവേണ്ടി നിങ്ങളത് പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കണം. ഇതൊക്കെ പറയുന്ന ആളുകൾ എന്താ, ഇതുവരെ നമുക്കറിയാം ചരിത്രപരമായിട്ട് ഇവിടുത്തെ ദലിത് ആദിവാസി വിഭാഗങ്ങൾ, പിന്നാക്ക വിഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരിക്കുന്ന ആരാണ്? ജാതി ബ്രാഹ്മണ്യവും അതിൻ്റെതായിരിക്കുന്ന അധികാര വ്യവസ്ഥയും ചാതുർവർണ്ണയ ശ്രേണീകൃത അസമത്വത്തിന്റെ ഈ വ്യവസ്ഥയാണ്, ഈ പറയുന്ന നിയമവ്യവസ്ഥയാണ് ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരിക്കുന്നത്. അടിമക്കച്ചവടമായിട്ടും പീഡനങ്ങളായിട്ടും മനുഷ്യനായി പോലും കാണാതെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് അവരാണ്. ഒരു മുസ്ലിമോ ക്രൈസ്തവനോ ബ്രിട്ടീഷുകാരോ ഇംഗ്ലീഷുകാരോ ആരും തന്നെ ആ വിധത്തിൽ ഇവരെ ഉപദ്രവിച്ചിട്ടില്ല ചരിത്രം നമ്മളോട് പറഞ്ഞതാണ്. അപ്പൊ നമുക്കൊക്കെ ഈ കാലത്തും ശേഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രിട്ടീഷുകാരില്ല. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ആരാ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിരന്തരം ചെയ്യുന്നതല്ല, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താ ഇത്തരത്തിലൊക്കെ ഈ പറയുന്ന വയലുകളുടെ ഇടയിൽ മടയിൽ കൊണ്ടുപോയിട്ട് വെള്ളം ഇതാക്കാൻ വേണ്ടി എത്രയോ പുലിയരെ കുത്തിത്താഴ്ത്തിയതൊക്കെ നമുക്കറിയുന്ന കാര്യം, അടിച്ചു കൊന്നതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഒരു തേങ്ങ എടുത്തതിനൊന്ന് കുളത്തിൽ കയറി കുളിച്ചതിനോ ക്ഷേത്രത്തിൽ കയറിയതിനൊക്കെ ആയിട്ട് എന്താ ഈ ബ്രാഹ്മണരുടേതായിരിക്കുന്ന ക്ഷേത്രത്തിലും അവരുടെ പരിസരങ്ങളിലും പ്രതിഷ്ഠകളും ഈ പറയുന്ന അഷ്ടമംഗല പ്രശ്നങ്ങളും സ്വർണ്ണ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ എന്താണ് അവിടെ ഒരു ദലിത് ശാപവും ഒരു ആദിവാസി ശാപവും ഒരു ഈഴവ ശാപവും ഒരു നായർ ശാപവും ഒന്നും ഉണ്ടാവാത്തെ? അതെന്താ കാണിക്കാത്തെ? അതെന്താ നിങ്ങളുടെ പ്രശ്നത്തിലില്ലാത്തെ? അങ്ങനെ പറയപ്പെടുന്ന ഈ പ്രശ്നം വെക്കുന്ന ഈ സാധനം, ഈ പറയപ്പെടുന്ന ഈ ദർശനം, അത് വേദത്തിന്റെ കണ്ണുകളാണെന്ന് പറഞ്ഞാൽ ആ കണ്ണ് ഒന്നുകിൽ കൊങ്കണ്ണ് അല്ലെങ്കിൽ അടഞ്ഞ കണ്ണ്, പൊട്ടക്കണ്ണായിരിക്കും. ഇനി അല്ല തുറന്ന കണ്ണ് തന്നെയാണെങ്കിൽ അത് അടിച്ചു പൊട്ടിക്കേണ്ട കണ്ണല്ലേ? തീർച്ചയായിട്ടും നമ്മൾ വേണം ആ കണ്ണുകൾ അടിച്ചു പൊട്ടിക്കണം. അസമത്വത്തിന്റെ കണ്ണുകൾ ദൈവത്തിന്റെ ആണെങ്കിൽ അസമത്വമുള്ള ദൈവത്തിന്റെ കണ്ണ് വേണ്ട, ദൈവത്തിന് കണ്ണേ വേണ്ട, കുരുടനായിട്ട് നടന്നാൽ മതി. സമത്വമാണെങ്കിൽ ദൈവത്തിന് എല്ലാവരും കാണാൻ പറ്റും. അപ്പൊ ബ്രാഹ്മണർ ചെയ്തിട്ടും അത് അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ എത്ര ബ്രാഹ്മണ ശാപം എന്ന് പറഞ്ഞാൽ ദലിതനും ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ തെറ്റാണ്, മനുഷ്യനാണ്. ഇതൊക്കെ ചിലർ പറയുന്നത് ഒട്ടും ശാസ്ത്രബോധമില്ലാത്ത ചരിത്രബോധമില്ലാത്ത ഗ്രന്ഥപരിചയമില്ലാത്ത ആളുകളായി പറയുന്നേ. അതുകൊണ്ട് അസമത്വത്തിൻ്റെതാണ് ബ്രാഹ്മണ ശാപവും ബ്രാഹ്മണന്റെ കാല് കഴിച്ചുട്ടും ഒക്കെ. അത് പട്ടിക വിഭാഗങ്ങളിൽ വന്ന് പറയണ്ട എന്ന് നമ്മൾ പറയുകയാണ്. ഈഴവാദി ജനങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ മനുഷ്യത്വവും സംസ്കാരവും സ്വത്വബോധവും അഭിമാനവുമുള്ള ഏതൊരാളും പറയും. ബ്രാഹ്മണേതരമായിരിക്കുന്ന ബ്രാഹ്മണയിൽ തന്നെ ആളുകൾ ചിലപ്പോൾ പറയും ഈ പണി വേണ്ട, ഞങ്ങൾ മറ്റവന്റെ കാല് കഴുകി. അത് കാലം മാറിയിരിക്കുന്നു. ഒരുത്തന്റെ കാല് കഴുകിയിട്ട് അങ്ങനെ ശാപം തീരണ്ടെന്ന് പറയും. ഇതുപോലെ തന്നെയാണ് ബ്രാഹ്മണന് സ്വർണം ദാനം ചെയ്ത് ഇതിനൊക്കെ ധേനു എന്താ പറയാ, പശുവിന്റെ രൂപമുണ്ടാക്കിയിട്ട് കാമധേനുവിന്റെ രൂപമുണ്ടാക്കിയിട്ട് അത് ബ്രാഹ്മണന് ദാനം ചെയ്യണം. അപ്പൊ ബ്രാഹ്മണന് കൊടുക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പൊ എന്താണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഗുരുവായൂരപ്പന് സമർപ്പിക്കുക എന്നതാണ്. ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ ഏത് പ്രശ്നമാർഗത്തിലാണ് വിധിയുള്ളത്? അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂരപ്പന് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അവിടെ വിചാരം ചെയ്ത് ചിന്തിച്ചിട്ടല്ലേ ഗുരുവായൂരമാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞു. എന്താ വേറെ ഒരു ക്ഷേത്രത്തിൽ അത് ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് പാണ പറയാ പുലയാദികളുടെ ക്ഷേത്രങ്ങളുണ്ട്. അത് അവിടെ കൊടുക്കാൻ പറയാത്ത, അവിടെ കൊടുത്താൽ ശരിയാവില്ലേ ഈ പരിഹാരമായിട്ട്? ഇത് അവിടെ കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ ഗുരുവായൂരിൽ ചാർത്ത് ചെയ്തിട്ട് ഇതുവരെ ആർക്കെങ്കിലും ഉണ്ടേ കൊണ്ടുവരാം. ഇത് പറഞ്ഞ ഈ പാങ്ങ പറയാ പുല ഈഴവാദി ആളുകളുടെ നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും പ്രശ്നം ചാർത്തുണ്ടോ? എന്താ ഇല്ലാത്ത? അപ്പൊ അസമത്വം ഉണ്ട് എന്നാ നമ്മൾ പറയണേ. നിങ്ങൾ സമത്വത്തിന്റെ കാര്യങ്ങൾ ദർശനങ്ങൾ പറയൂ, സമത്വപരമായുള്ള കാര്യങ്ങൾ പറയും, തുല്യത പറയൂ. അല്ല നിങ്ങൾ ബ്രാഹ്മണന്റെ സൈഡിലേക്ക് ബ്രാഹ്മണന് മാത്രം ശാപം, ബ്രാഹ്മണനെ പറയില്ല, ബ്രാഹ്മണ കോപം ഉണ്ടാകും.
മൂത്രസംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിന് ഒരു കാരണം പറഞ്ഞാൽ ബ്രാഹ്മണനെ നിന്ദിച്ചു കഴിഞ്ഞാൽ മൂത്രസംബന്ധിയായിട്ടുള്ള അസുഖം ഉണ്ടാവുന്നതാണ്. പ്രശ്നമാകത്തിലുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ നോക്കാം, അത് മറ്റൊരു വിഷയമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ശരി, നമ്മളെ ബ്രാഹ്മണവും ചാതുർവർണ്ണയവും ഒക്കെ പഠിപ്പിക്കാൻ നിൽക്കുന്ന ആളോട് പറയാനുള്ളത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊതുവേദി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരാം. ഈ കർമ്മ ബ്രാഹ്മണ്യം സാധ്യമല്ല എന്നും ബ്രാഹ്മണ്യം ജന്മം കൊണ്ട് തന്നെയാണെന്നും നമ്മൾ എവിടെ വേണമെങ്കിലും നമ്മൾ സമർത്ഥിക്കാൻ തയ്യാറാണ്. സ്വന്തം അനുഭവം കൊണ്ട് തന്നെയാണ് സമർത്ഥിക്കുന്നത്. നമ്മൾ തയ്യാറാണ്. അത് വേണ്ടതാണ്. ഇപ്പൊ ബ്രാഹ്മണനാകുകയും വേണ്ട, എന്നിട്ട് ആവശ്യമില്ല, അത് അവരങ്ങനെ തന്നെ ആവട്ടെ, ജന്മം കൊണ്ട് തന്നെ ആവട്ടെ. ഞങ്ങൾക്ക് ബ്രാഹ്മണനോ ശൂദ്രനോ ഒന്നും ആവണ്ട. ശൂദ്രത്വം ഇഷ്ടപ്പെടുന്ന ശൂദ്രനായിക്കോളൂ, ജന്മം കൊണ്ട് തന്നെ ശൂദ്രനാണ്, അജ്ഞാനിയാണ്, ശോകമുള്ളവനാണെന്നൊക്കെ സ്വയം കരുതുന്നവരുണ്ടെങ്കിൽ പാപയോനിയാണെന്നൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. നമ്മളല്ല, നിങ്ങളുടെ ആചാര്യന്മാരാ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ കരുതുന്നവർക്ക് അങ്ങനെ ആവാം. നമ്മൾ പാപയോനിയിൽ പറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, പാപികളാവാൻ ഉദ്ദേശിച്ചിട്ടില്ല, ജന്മം കൊണ്ട് തന്നെ അജ്ഞാനികളാവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ജന്മം കൊണ്ട് ശ്രേഷ്ഠത്വം കൽപ്പിക്കുന്ന, ചാതുർവർണ്ണത്തിന് പുറത്തു നിൽക്കുന്ന ഒരു സ്വതന്ത്ര വ്യവസ്ഥയാണ് ഞങ്ങളൊക്കെ പൂർവികരൊക്കെ പിൻപറ്റിപ്പോകുന്നത്. അതാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. ആ ധർമ്മത്തെയും ഇപ്പോൾ ഹിന്ദു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഹിന്ദുമതത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ രാഷ്ട്രത്തിന്റെ സംസ്കൃത ഭാഗമാണ്. ഈ രാഷ്ട്രം ഞങ്ങളുടേത് കൂടിയാണ്. ഈ രാഷ്ട്രം ഞങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്ര സംസ്കൃതിയിൽ ഞങ്ങളെ അടിമകളാക്കുന്ന, ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങളെ ഈ പറഞ്ഞ ഞങ്ങൾക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന, അപകീർത്തിയൊക്കെ ക്രിമിനൽ കുറ്റമാണ്, അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീണ്ടും പുനർവിചനം നടത്തുക. ഈ കേൾക്കുന്ന പട്ടികജാതി പട്ടിക വിഭാഗക്കാരോട് നമ്മൾ പറയേണ്ടത് സ്വയം ഒന്ന് വിചാരം ചെയ്യും. സ്വയം അടിമയായിക്കൊണ്ട് ഈ ബ്രാഹ്മണന്റെ കാല് കഴുകാൻ പോകുന്നതും ഈ സ്വർണം കൊണ്ടേ കൊടുക്കുമ്പോഴും നിങ്ങൾ അറിയുന്നില്ല. ഇന്നലെ അടിമയാക്കിയ നിങ്ങളുടെ സംവിധാനത്തിലേക്കാണ് വീണ്ടും നിങ്ങൾ ക്ഷണിക്കുന്നത്. ഒരു ജ്യോത്സ്യനും വന്നിട്ടും ഒരു തന്ത്രി വന്നിട്ടും കല്ല് കൊത്തണ പ്രശ്നമൊക്കെ ചോദിക്കണില്ല. നിങ്ങളാണ് പോയി തലവെച്ച് കൊടുക്കുന്നത്. സ്വന്തം അച്ഛനമ്മമാരുടെ അഭിമാനത്തെ തിരിച്ചറിയും. ആ അഭിമാനത്തെ തിരിച്ചുകൊണ്ട് സ്വന്തം പാരമ്പര്യത്തിൽ പണ്ടുള്ള കാരണന്മാർ കുളിച്ചു വന്ന് നെഞ്ഞത്ത് കഴിച്ചുകൊണ്ടൊരു കല്ല് വെക്കുകയാണ് ചെയ്തത്. ആ കല്ല് വെക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളും പോയാൽ മതി. എന്ന് പറയില്ല, പോയാൽ നിങ്ങൾക്ക് നല്ല അഭിമാനം ഉണ്ടാവും. ഈ അപമാനത്തെ പേർന്നിട്ട് ഈ ആത്മീയ അടിമത്വം നിങ്ങൾ കൊണ്ടു നടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തണം. ചിന്തിക്കുക. എല്ലാവരോടും പറയാനുള്ളത്, ബ്രാഹ്മണർക്കോ പണിക്കന്മാർക്കോ ഒരു മുസ്ലിമിനോ ക്രൈസ്തവനോ ഒരു മനുഷ്യർക്കും നമ്മൾ എതിരല്ല. നമ്മൾ ഇത്രയേ പാടുള്ളൂ. അസമത്വത്തിന്റെ ശ്രേണീകൃത വ്യവസ്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ച് അഭിമാനമുള്ള ഒരു ജനതയ്ക്ക് മുന്നിൽ കെട്ടിവെക്കരുത്. കെട്ടിവെക്കാനുള്ള ഗൂഢപദ്ധതി കുതന്ത്രമായി കൊണ്ട് കുത്തിക്കയറ്റിയാൽ കാല് തല്ലി ഓടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു മാറ്റവുമില്ല. അത് ചെയ്യാനുള്ള ചെറുപ്പക്കാരെ, തിരിച്ചറിയുള്ള ചെറുപ്പക്കാരെ ഈ ജനതയിൽ നിന്ന് വാർത്തെടുക്കുക തന്നെ ചെയ്യും. അത് അയ്യങ്കാളി യജമാനൻ പറഞ്ഞ പോലെ കല്ലായ ദൈവത്തിന് കാശ് വേണ്ട, അത് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണന്റെ കല കഴിക്കേണ്ട, മറ്റൊരു സംസ്കൃതി കൊണ്ടുവരേണ്ട, ബ്രാഹ്മണ്യം കെട്ടി തലയിൽ വെക്കേണ്ട. അങ്ങനെ ചെയ്താൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ കാല് പുറത്തു വന്ന് ചെയ്യില്ല. ഞങ്ങളുടെ കുടുംബത്ത് വന്ന് കയറി ചെയ്താൽ, കുടുംബത്ത് കയറി വന്നിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടാണ് ശരി, ക്ഷണിച്ചത് ഞങ്ങളെ അടിമയാക്കാൻ വേണ്ടിയിട്ടല്ല. ആ അടിമയാക്കാൻ വേണ്ടിയിട്ടല്ല, അറിവിന് വേണ്ടിയിട്ടാണ്. അറിവിനപ്പുറം അറിവുകേട് കൊണ്ട് ഞങ്ങളെ അടിമയാക്കാനുള്ള ഗൂഢതന്ത്രം വെച്ചാലാണ് പറയുന്നത് കാല് തല്ലി ഒടിക്കും, കാല് തല്ലി ഒടിക്കൂ മക്കളെ, ബുദ്ധിയും കഴിവും അഭിമാനബോധവും ഉള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തേ, ജയ് ഹിന്ദ്, വന്ദേ മാതരം.